സാർ, ശ്രീ എം വിൻസെൻ്റ് അവതരിപ്പിച്ച ഈ ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയ്ക്ക് ഞാനും നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ. ഗവർണറോട് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്കൊക്കെ ജയിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കിയ മനുഷ്യനാണ് അദ്ദേഹം. സാർ, PRD സ്ഥാപിച്ച LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ബോർഡുകൾ കേരളത്തിൽ എല്ലാ ജംഗ്ഷനിലും ഇപ്പോൾ ഉണ്ട്. അത് മാറ്റരുതെന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ബോർഡുകളാണ് ഇന്നിപ്പോൾ UDFൻ്റെ ഐശ്വര്യം. പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മറ്റ് മന്ത്രിമാരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ. ആദ്യം എനിക്ക് നന്ദി രേഖപ്പെടുത്താതെ തിരുവനന്തപുരത്തൊട്ട് എടുക്കുകയാണ് വി ശിവൻകുട്ടിയോട് നന്ദി രേഖപ്പെടുത്താതെ പറ്റില്ലല്ലോ. വി ശിവൻകുട്ടിയെ ലോകം അറിയപ്പെടുന്നത് അങ്ങിരിക്കുന്ന ചേംബറിൽ കയറി ആ കമ്പ്യൂട്ടറുകളും കസേരകളും എല്ലാം തല്ലിപ്പൊളിച്ച് മുണ്ട് മടക്കി കുത്തുനിന്ന് ആനന്ദ നൃത്തമാടിയ ആളാണ് വി ശിവൻകുട്ടി. അന്നാണ് ലോകമാദ്യമായി വി ശിവൻകുട്ടിയുടെ ശുഷ്കാന്തി ലോകമെമ്പാടും കണ്ടത്. കേരളത്തിലെ ഒരു MLA ലോകത്തെമ്പാടും അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി കാണിച്ച ഒരു സമയമായിരുന്നു അന്ന്. ഞാനന്ന് ഈ നിയമസഭയിലെ അംഗമായിരുന്നു. സാർ, ഇന്ന് തിരുവനന്തപുരം MLA മാരോട് ചോദിച്ചാൽ അറിയാം. തിരുവനന്തപുരത്തുള്ള ആളുകൾ, അയൽവാസികളൊക്കെ വഴക്കുണ്ടാക്കിയാൽ അവർ പറയുന്നത് ഒരു വാക്കുണ്ട്: നീ എത്ര ചീത്തകൾ വേണേലും വിളിച്ചോ, പക്ഷേ ശിവൻകുട്ടി അണ്ണനെ പോലെ ശുഷ്കാന്തി കാണിക്കരുത്, എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. സാർ, അദ്ദേഹത്തോട് നന്ദി പറയണം. പിന്നെ അടുത്തത് കൊല്ലത്തേക്ക് കിടക്കുമ്പോൾ ചിഞ്ചു റാണി എന്ന് പറയുന്നയാൾ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. കന്നുകാലികൾക്ക് പോലും നയാ പൈസയുടെ പ്രയോജനമുണ്ടായില്ല. ഞങ്ങൾ ചടയമംഗലം തിരിച്ചു പിടിക്കാൻ വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ രംഗത്തിറക്കി ആ സീറ്റ് തിരിച്ചു പിടിച്ചു. സാർ, കേരളത്തിലെ കന്നുകാലികളും ആടുമാടുകളും പോലും പ്രതിഷേധിച്ച ഒരു മന്ത്രിയായിരുന്നു. ചിഞ്ചു റാണിയെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്ക് അനൗൺസ്മെന്റ് നടന്നപ്പോൾ കൂട്ടിക്കിടക്കുന്ന ആടുകൾ പോലും ചെയ്യരുതേ എന്നാണ് സാർ കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ മൃഗങ്ങൾ പോലും ഇത്രമാത്രം പ്രതികരിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് സാർ. അടുത്ത കാലത്ത് അല്ല, അവര് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ളത് മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവുണ്ട് സാർ. അടുത്തതായിട്ട് ശ്രീ KB ഗണേഷ് കുമാർ സാർ. KB ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് അദ്ദേഹം മന്ത്രിപ്പണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയും പണിയായിരുന്നു. അദ്ദേഹം കത്ത് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു വിദഗ്ധനായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ കത്ത് റെഡിയാക്കി കൊടുത്ത ആളാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹം തോൽവിയൊക്കെ ഏറ്റതിന് ശേഷം അദ്ദേഹം ഒരു ആത്മകഥ എഴുതുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മന്ത്രിപ്പണി എനിക്ക് പാർട്ട് ടൈം പണിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ പറഞ്ഞത്. സാർ, അദ്ദേഹം ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമേ അദ്ദേഹം എതിർത്തു. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അദ്ദേഹം എന്തിനാ എതിർക്കുന്നത്? അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അത് UDF സർക്കാർ വന്നു കഴിയുമ്പോൾ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയല്ലേ. അതിന് ഇദ്ദേഹം എന്തിനാ എതിർക്കുന്നത്? അദ്ദേഹത്തിൻ്റെ 5000-ലെ 4998 പേർ ആ ബസ്സിൽ കയറുമെന്നുള്ള പേടി കൊണ്ടാണ് അദ്ദേഹം അന്ന് എതിർത്തത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സാർ. അദ്ദേഹത്തോടും ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ. പിന്നെയുള്ളത് VN വാസവനാണ്. VN വാസവൻ എന്ന് പറയുന്ന മന്ത്രി സാർ, സ്വർണ്ണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് സഖാക്കന്മാരുടെ ഫോണുകളിൽ പോലും ഇപ്പോൾ റിംഗ് ടൂണാണ്. ഈ VN വാസവൻ എങ്ങനെ ജയിക്കുമോ സാർ? പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ, അതേ പോട്ടെ, ഞാനിപ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നില്ല സാർ. അയ്യപ്പൻ എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ സ്വർണം അയ്യപ്പൻ ആദ്യമൊക്കെ ക്ഷമിക്കും. ആചാരം എങ്ങനെ നടത്തിയപ്പോൾ അദ്ദേഹം ക്ഷമിച്ചു. ഇപ്പം നമ്മളാണെങ്കിലും നമ്മളോടൊരു ശത്രു വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആദ്യവും രണ്ടാമതും ഒക്കെ ക്ഷമിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വർണം വരെ മോഷ്ടിച്ചു പോയ സഖാവ് വാസവനെ ഇനി നിയമസഭ കാണിക്കണ്ട എന്ന് ജനം തീരുമാനിച്ചു. അങ്ങനെയാണ് സാർ സഖാവ് വാസവൻ ഇപ്പോൾ ഇതിരിക്കുന്നത് സാർ. അതിനു മുമ്പ് വീണ ജോർജ് ഉണ്ട് സാർ. വീണ ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് സാർ. വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി
അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രം വെന്റിലേറ്റർ ടു ഹോം എന്നാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായിട്ടുള്ളത്. കാരണം ലോകത്താദ്യമായി വെന്റിലേറ്ററിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ആദ്യത്തെ ആളാണ്. ട്രംപിന് പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും അവരെ അഭിനയിക്കാൻ കിട്ടിയാൽ ആ പടത്തിന് അവാർഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് റോഷി അഗസ്റ്റിനാണ്, കേരള കോൺഗ്രസിന്റെ നേതാവ്. മാണി സാർ സ്വർഗലോകത്തിരുന്നുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകും സാർ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴമാണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭയിൽ കയറി നിന്ന് അങ്ങിരിക്കുന്ന കസേര വരെ തല്ലിപ്പൊളിച്ച അവരോടൊപ്പം ചിക്കൻ ബിരിയാണിയും കഴിച്ച് 5 വർഷക്കാലം സുഖജീവിതം നയിച്ച ആളാണ് റോഷി അഗസ്റ്റിൻ. പാവം ആ ജോസ് കെ മാണിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഒരു പരുവത്തിലാക്കി നിൽക്കുകയാണ്. അപ്പോൾ അധികം താമസിക്കാതെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലുണ്ടാകും. റോഡിലിറങ്ങാൻ ആളില്ലെങ്കിൽ റോ പാർട്ടി സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും. സാർ പിന്നെയുള്ളത് ഈ സഭയിലില്ലാത്ത മുൻ മന്ത്രിമാർ ശ്രീമതി ചിഞ്ചുറാണിയെ പറ്റി പറഞ്ഞു, ശ്രീ വാസവനെ പറ്റി പറഞ്ഞു, ഇപ്പോൾ സാർ അന്തരിച്ച കെ എം മാണി സാറിനെ പറ്റി, സാർ റോഷി അഗസ്റ്റിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ആളുകളെ പറ്റി പറയുക, അത് പറയുന്നത് ശരിയാണോ? നോക്കാം, ഞാൻ പരിശോധിക്കാം സാർ. അങ്ങനെ പറയുന്നത് ശരിയല്ല. പരിശോധിക്കാം. അവരിവിടെ വന്നിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും സാർ? ഇല്ല. അവരിവിടെ വന്ന് തിരിച്ചു പറയാൻ പറ്റും സാർ? സാർ അദ്ദേഹം പഴയ മെമ്പറാണ്. അദ്ദേഹം പ്രേം നസീറിനെ പോലെ പണ്ട് തൊട്ടേ ഒരേ പ്രായമായിട്ടിരിക്കുന്ന എം നസീറിനെ പറഞ്ഞതിൽ വിഷമമില്ല. അത് അദ്ദേഹം കൊണ്ട് പറയാം. പക്ഷേ ഇവിടെ ഇല്ലാത്തവരെ പറ്റി ഒന്നും അങ്ങനെ പറയരുത് സാർ. പരിശോധിക്കാം. നന്ദിയാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ MLA ആയ എറണാകുളം നിയോജകമണ്ഡലത്തിലെ പി രാജീവിനെ കുറിച്ച്. അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ടേ ഇതിനെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണിതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാൻ. സാർ ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാൽ. പക്ഷെ എഴുതാനിരിക്കുന്ന ആ പിള്ളേരെന്ത് ചെയ്യുമായിരുന്നു സാർ? അവർക്ക് വൈകിട്ട് എഴുതി കൊടുത്തില്ല, അങ്ങ് അവരെ പുറത്താക്കില്ലേ സാർ? പിന്നെ ഉള്ളത് ബിന്ദുവിനാണ് നന്ദി പറയേണ്ടത്. സാർ ബിന്ദു എന്ന് പറയുന്ന മന്ത്രി വ്യക്തതയില്ലായ്മയുടെ കാര്യത്തിൽ സ്പീക്കറെ കളിയാക്കാൻ പാടില്ല. ഇല്ല, അങ്ങനെയാണല്ലോ. അങ്ങനല്ലേ പറഞ്ഞേ? അങ്ങനെ മനസ്സിലാവത്തില്ല. അത് ചെറിയാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സ്പീക്കറെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. പറയുന്നത് ശരിയാവുന്നില്ല, വ്യക്തമാവുന്നില്ല എന്നല്ല ഉദ്ദേശിച്ചത്. കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ക്ഷമയുടെ കേന്ദ്രമായിരിക്കണം. പിന്നെ സാർ ഈ തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് പെൻഡുലം ആടിയതല്ലാതെ ഒരു വിദ്യാഭ്യാസ വകുപ്പിലും ഒന്നും നടന്നില്ല സാർ. പിന്നെ കെ കൃഷ്ണൻകുട്ടി, അദ്ദേഹം പ്രായമുള്ള ആളാണ്, എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. അദ്ദേഹം മന്ത്രി സ്ഥാനം ഒഴിഞ്ഞങ്ങ് പോകുമ്പോൾ അദ്ദേഹം ഒരു സത്യം വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? ഈ കേരളത്തിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിരുന്നു പിണറായി വിജയൻ കാലത്തെ. ആ സത്യം വിളിച്ചു പറഞ്ഞ ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് സാർ. പിന്നെ ഉള്ളത് അബ്ദുൾ റഹ്മാനാണ്. അദ്ദേഹത്തോട് നന്ദി പറയണ്ടേ സാർ? സ്വന്തം മണ്ഡലത്തിൽ നിന്ന് സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്നു. PT ഉഷ ഓടിയേക്കാളും വേഗത്തിൽ ഓടി തിരൂര് പോയി മത്സരിച്ചു. തിരൂര് പോയി മത്സരിച്ചപ്പോൾ നമ്മുടെ കുറുക്കോളി മെയ്തീനുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് മാറ്റെടുത്ത് ഒറ്റ അടിയാണ് അടിച്ചത്, 6 അടിച്ചത്. മലപ്പുറം ജില്ലയിൽ പോലും നിന്നില്ല സാർ. ഇപ്പം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല സാർ. പിന്നെ അടുത്തത് കോഴിക്കോടുള്ള AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രൻ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത്. കാരണം അദ്ദേഹം മന്ത്രിയായതിനു ശേഷം 5 വർഷം അദ്ദേഹത്തിന് എന്താണ് നടന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. നിയമസഭയിൽ വന്നുപോയി, സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നു പോയി. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധമില്ലാതെ വരാൻ കാരണം കോഴിക്കോട് ജില്ലയിലെ ഒരു DFO കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു മൈക്കോടി വെച്ചു. 5 വർഷക്കാലം നിൽക്കുന്ന എഫക്റ്റായിരുന്നു.
എന്തായാലും ആ മയക്കുവെടി വെച്ചത് കൊണ്ട് 5 വർഷക്കാലം നാട്ടുകാർക്കൊരു ശല്യവും മന്ത്രിയെ കൊണ്ടുണ്ടായില്ല. വന്യമൃഗങ്ങളുടെ ശല്യം നാട്ടുകാർക്കുണ്ടായെങ്കിലും എനിക്ക് ഷിബു ബേബി ജോൺ സാറിനോട് പറയാനുള്ളത് ആ DFOയെ കണ്ടുകൊടുത്ത് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുക്കണം, അദ്ദേഹത്തെ ആദരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. സാർ OR കേളുവാണ് മറ്റൊരു മന്ത്രി. സാർ ഒരു മര്യാദക്കാരൻ പാവമായിരുന്നു, ചുര ഇറങ്ങി വന്നതാണ്. ഈ ബാലഗോപാൽ പട്ടികജാതിക്ക് പട്ടികവർഗക്കാരുടെ ഫണ്ട് അനുവദിച്ചതെല്ലാം ഇങ്ങനെ തിരിച്ചു പിടിച്ചു. ആരെങ്കിലും ചെയ്യോ സാർ? കേരളത്തിൽ എത്ര സാമ്പത്തിക പ്രതിസന്ധി വന്നാലും പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഫണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയതിനു ശേഷം തിരിച്ചു പിടിച്ച ബാലഗോപാലാണ് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ തർക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ സമയം കൊടുക്കരുത്. പട്ടികജാതിക്കാരുടെ കണ്ണീരിലുള്ള സർക്കാരാണ് സർക്കാർ. ഈ സർക്കാർ ഫണ്ട് കൊടുത്തില്ല, അനുവദിച്ചതിന് ശേഷം തിരിച്ചു പിടിച്ചു. സാർ സമയം തീർന്നു. സാർ പട്ടികജാതിക്കാരുടെ ഫണ്ട് തിരിച്ചു പിടിച്ച ആളാണ് ഇദ്ദേഹം. സാർ എനിക്ക് അവസാനം നന്ദി പറയേണ്ടത് എനിക്ക് സാർ മകേഷിന്റെ 1.5 മിനിറ്റ് ഉണ്ട്. പിന്നെ പക്ഷേ ഇവിടെ പെർമിറ്റ് ചെയ്തില്ല. അതിലും കൂടുതൽ 2 മിനിറ്റ് തന്നാൽ അങ്ങ് നല്ലവരാണെന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ സാർ അതൊരു കൈക്കൂലി പോലെയാവും, അത് വേണ്ട. പട്ടികജാതിക്കാരുടെ ഫണ്ട് വെട്ടിപ്പിടിച്ച ആളാണ് ഇദ്ദേഹം. ഒരു കാരണവശാലും കൊടുക്കരുത്. സമയായി സാർ അടുത്ത പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുള്ളതാണ്. പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. സമയായി തീർന്നു, സമയം കഴിഞ്ഞു. 2 മിനിറ്റോളം കൂടുതലായി, 2 മിനിറ്റിലധികം കൂടുതലായി. ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് മൈക്കൊന്ന് കൊടുക്കൂ. കൺക്ലൂഡ് ചെയ്യട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസമായി കൺക്ലൂഡ് ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോരുമ്പോൾ ഒരു യാത്രക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളെ കണ്ടുപരിചയമുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരികയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്, ഞാനൊരു ജോത്സ്യരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അദ്ദേഹം ഏത് പോസ്റ്റിലിരുന്നാലും 10 വർഷക്കാലത്തിലധികം ഇരിക്കും. അതായത് പാർട്ടി സെക്രട്ടറിയായി 17 വർഷം ഇരുന്നു, മുഖ്യമന്ത്രിയായി 10 വർഷം ഇരുന്നു. ഇനി പ്രതിപക്ഷ നേതാവായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. ബാലഗോപാൽ അത് കണ്ട് ആഗ്രഹിക്കും, 10 വർഷക്കാലത്ത് അദ്ദേഹം ഇരിക്കും. സാർ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അങ്ങ് 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അങ്ങ് കരിമ്പൂച്ചകളുടെ നടുവിലായിരുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്ന കരിമ്പൂച്ചകളുടെ നടുവിലായിരുന്നു അങ്ങ് ഭൂമിയിൽ ഇറങ്ങുമ്പോഴാണ്, അല്ലാത്തപ്പോൾ അങ്ങ് കാർ കയറുമ്പോൾ കറുത്ത കാറിനിടയിലായിരുന്നു. അങ്ങ് പാർട്ടി പ്രവർത്തകരെ കാണാൻ തയ്യാറില്ല. അങ്ങ് സാധാരണ മനുഷ്യരോടും മൈക്കിനോട് പോലും യുദ്ധം ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ 10 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങേക്ക് ദീർഘായുസ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങയെക്കുറിച്ച് നല്ലത് പറയാൻ അവസരം തരാത്തതിന് ഞാൻ വിഷമത്തോടുകൂടി ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നു. നമുക്കത് വ്യക്തിപരമായി പറയാം.